ബീഹാറിലെ വോട്ടിംഗ് നടക്കുന്നുണ്ടോ എന്ന് തീർച്ചയായിട്ടും അവിടെ വോട്ടിംഗൊക്കെ നടക്കുന്നുണ്ട്. മാത്രമല്ല രണ്ടാം ഘട്ട വോട്ടെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു. 20 ജില്ലകളിലായി 122 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് ആരംഭിച്ചു എന്നാണ് വിവരം. ബീഹാറിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ തത്സമയം ചെയ്യുകയാണ്. ഈ ഡൽഹിയിലെ ചെങ്കോട്ട സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പോളിംഗ് സ്റ്റേഷനുകളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചുവെന്ന് ശ്രീനാഥ് അല്പനിമിഷങ്ങൾക്കും റിപ്പോർട്ട് ചെയ്തു. കൂടുതൽ വിവരങ്ങൾ എന്താണ് ശ്രീനാഥ് ചന്ദ്രൻ? ഞാനിപ്പോൾ ഉള്ളത് ജമുയി ജില്ലയിലാണ്. ഈ മേഖലയ്ക്ക് ഒരു പ്രത്യേകത ഇതുകൊണ്ട് ഇത് ഒരു നക്സൽ ബാധിത മേഖലയായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ബർഹത്ത് ഡിവിഷനാണ്. ഇവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ കൂടി മാറിയാലാണ് ചോർമാറ എന്ന വില്ലേജ്, ഒരു ഗ്രാമം ഉള്ളത്. അവിടെ 20 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ്, ഒരു ബൂത്ത് അവിടെ സജ്ജമാവുന്നത്. കാരണം അവിടെ ഈ നക്സൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ രാത്രി തന്നെ ആ മേഖലയിലേക്ക് പോകണമെന്ന് വിചാരിച്ചാണ്. പിന്നീട് ഈ ബോംബ് സ്ഫോടനം അടക്കമുള്ള കാര്യങ്ങൾ നടന്നതോടുകൂടി തന്നെ അതിനൊക്കെ ചെറിയൊരു തടസ്സം നേരിട്ടു. ഇനിയിപ്പോൾ ഇന്ന് രാവിലെ നേരം വെളുത്തതിന് ശേഷം മാത്രം അങ്ങോട്ട് വന്നാൽ മതി എന്നതാണ് CRPF അടക്കമുള്ള ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അതിന് തൊട്ട് താഴെയുള്ള ബർഹത്ത് എന്ന ഇടത്തുള്ള ഒരു സ്കൂളിലാണ് ഞാൻ ഉള്ളത്. ഇവിടെ ഈ ബൂത്തിൽ തന്നെ കാണാം CRPFിൻ്റെയും മറ്റുമൊക്കെ സുരക്ഷ കാര്യമായി തന്നെ ഈ ബൂത്തുകളുണ്ട്. നേരത്തെ തന്നെ ഈ മേഖലകളിൽ സുരക്ഷ കുറച്ചധികം ശക്തമാക്കിയിരുന്നു. കാരണം നക്സൽ ബാധിത മേഖലയാണ്. വർഷങ്ങൾക്ക് ശേഷം തെരഞ്ഞെടുപ്പ് നടക്കുന്ന പല ബൂത്തുകളും ഇവിടെയുണ്ട്. അതുകൊണ്ട് ആ തരത്തിൽ കൂടി സുരക്ഷ ഉള്ള ഒരു മേഖലയാണ്. അവിടെയാണ് ഇപ്പോൾ കൂടുതലായി ഈ ഒരു ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ കുറച്ചധികം ജാഗ്രത നമുക്ക് പ്രകടമായി തന്നെ കാണാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും രാവിലത്തെ കാഴ്ച ഈ ഗ്രാമീണ മേഖലയിലേക്ക് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ബീഹാറിലെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഉത്സവം, ചൂടൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. കാരണം പട്നയിൽ നിന്നാണ് നമ്മൾ ആദ്യഘട്ട വോട്ടെടുപ്പ് റിപ്പോർട്ട് ചെയ്തത്. അവിടെ 7 മണി 8 മണിയായിട്ടും 9 മണിയായിട്ടും കാര്യമായ പോളിംഗ് ഒന്നും നമ്മൾ എവിടെയും കണ്ടില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല സ്ഥിതി. രാവിലെ 7 മണിയോടെ തന്നെ വലിയ ക്യൂ നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നു. സ്ത്രീകളടക്കമുള്ളവർ കൂട്ടത്തോടെ എത്തി ക്യൂവിൽ നിന്ന് വോട്ട് ചെയ്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ആദ്യഘട്ടത്തിലും സ്ത്രീ വോട്ടർമാരായിരുന്നു കൂടുതലായി പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിയത്. ഇത്തവണയും അത് തന്നെ സംഭവിക്കും എന്നതാണ് ഈ ബൂത്തുകളിൽ നിൽക്കുമ്പോൾ നമുക്ക് കാണുന്ന കാഴ്ച. ഇത് തന്നെയാണ് സമീപത്തുള്ള എല്ലാ ബൂത്തുകളിലും. ഏതായാലും നിതീഷ് കുമാർ മന്ത്രിസഭയിലെ 12 മന്ത്രിമാരെങ്കിലും ഇന്നിപ്പോൾ ജനവിധി തേടുന്നുണ്ട്. നിർണായകമായ ഒരു ദിനമാണ് ഇന്ന് നടക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യഘട്ടത്തിലുണ്ടായ റെക്കോർഡ് പോളിംഗ് ഈ രണ്ടാം ഘട്ടത്തിലും ഉണ്ടാകും എന്നത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ തരത്തിലുള്ള കാഴ്ചകളാണ് 7 മണി മുതൽ തന്നെ ഓരോ ബൂത്തുകളിൽ നിന്നും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. പിന്നീട് 14-ാം തീയതി അറിയാം ആരാണ് ബീഹാറിനെ ഭരിക്കാൻ വേണ്ടി പോകുന്നത് എന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.